ക്ലിഫ് ഹൗസ് എന്നൊക്കെ പറഞ്ഞാല് അതൊരു ഫാം ഹൗസ് ആണ്. അവിടെ പശുക്കളുണ്ട്. 25 ലക്ഷം റുപ്യാണ് പശുവിന് ഉറങ്ങാനുള്ള മ്യൂസിക്കിന് ചെലവാക്കിയത്. എങ്ങനെ? ചിക്ക് പുക്ക് റെയിലേ എന്നുള്ള പാട്ടൊക്കെ കേട്ടാലാണ് പിണറായിന്റെ പശു ഉറങ്ങുള്ളൂ. മ്യൂസിക് സിസ്റ്റത്തിന് 25 ലക്ഷം റുപ്യ, കോടി ഉറുപ്പ്യോളം ചെലവാക്കിയിട്ട് സ്വിമ്മിംഗ് പൂളിൽ ആരാ നീന്തുന്നത്? പശു നീന്തുവോ? പിണറായി വിജയൻ എന്തായാലും നീന്താൻ പറ്റൂലല്ലോ. ഒരു സ്റ്റെപ്പ് നടക്കാൻ പറ്റുന്ന ചങ്ങായി എങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ നീന്തുക? പിന്നെ ആർക്ക് നീന്താനാണ്? മക്കൾക്ക് നീന്താനോ? പേരമോന് എന്താണ് മരുമോന് നീന്താനോ? ഈ ഞങ്ങളുടെ ചെലവില് ഈ നാട്ടില് പെൻഷന്റെ പൈസ പോലും കൊടുക്കാനില്ലാത്ത നാട്ടില് നിങ്ങൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി? എടോ, ഇത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്, അല്ലാതെ ഇവിടുത്തെ വേറൊരു BJPയുടെ മുഖ്യമന്ത്രിയെ കുറിച്ചല്ല പറയുന്നത്. കമ എന്ന് പറയാൻ ധൈര്യമുള്ള ഒരുത്തൻ അതിനകത്തുണ്ടോ? ഞാനിങ്ങനെ അതിശയം തോന്നുകയാണ്. 21 മന്ത്രിമാര് എന്തൊരു രസമായിരുന്നു എന്നറിയോ? ആ പരിപാടിയുടെ വീഡിയോകൾ കണ്ടിട്ടുണ്ടോ? മുഖ്യമന്ത്രി നടക്കുമ്പോ ബാക്കിൽ ഇങ്ങനെ ഹൗസിൽ മീൻ പോകുന്ന മാതിരിയാണ്. എന്തൊരു ഉദ്യാർക്കത്തിലാണ്. ഒന്ന് നേരെ നിൽക്കണ ഒരുത്തരില്ല. മുഖ്യമന്ത്രി ബസ് കയറിയാൽ ഉടൻ എല്ലാവരും എഴുന്നേറ്റിക്കുക. ഈ എന്താണ് റിയാസിന്റെ ഒക്കെ തല മേലടിച്ചിട്ട് 4 മുളയിട്ടുണ്ടായിരുന്നാണ്. കാണുമ്പോ നീച്ചിക്കാൻ എടോ, ഇത് പാർട്ടിയുടെ നേതാവല്ലേ? ഇന്ത്യന്റെ ഈ രാജാവെന്നല്ലല്ലോ CPM-ന്റെ. ആരെങ്ങൾ ഈ പേടിപ്പിച്ചു നിർത്തത്? ഇങ്ങനെ അഴിമതി നടത്തി, ഇങ്ങനെ കുടുംബത്തിന് വേണ്ടി സകലതും കൊണ്ടുപോയി പാർട്ടിയുടെ ആഫീസിന്റെ പേരിൽ അഴിമതി നടത്തിയ ഒരു മനുഷ്യനെ ന്യായീകരിക്കുന്ന നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് പോയിട്ട് ഈ നരേന്ദ്രമോദി രാജ്യത്തെ നശിപ്പിക്കുമ്പോ ഒരു വാക്ക് പറയാനുള്ള നട്ടല് നിനക്കുണ്ടാകുമെന്ന് എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കണം?